സ്ഥാനാർത്ഥി നിർണയത്തിലും പാർട്ടി തീരുമാനങ്ങളിലും ജില്ലാ നേതൃത്വം ഏകപക്ഷീയമായി പെരുമാറുന്നുവെന്ന ആരോപണവുമായി മുൻ കോൺഗ്രസ് പ്രവർത്തകരുടെ കൂട്ടായ്മയായ വോയിസ് ഓഫ് കൊച്ചി സാമുദായിക സന്തുലനം പാലിക്കണമെന്നും പ്രാദേശിക നേതാക്കളെ പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ട് വോയിസ് ഓഫ് കൊച്ചി ചുള്ളിക്കലിൽ ചേർന്ന യോഗം സിമി റോസ്ബെൽ ജോൺ ഉദ്ഘാടനം ചെയ്തു. മുൻ കോൺഗ്രസ് പ്രവർത്തകരുടെ കൂട്ടായ്മയായ വോയിസ് ഓഫ് കൊച്ചി കോൺഗ്രസ് പ്രവർത്തക കൂട്ടായ്മ സംഘടിപ്പിച്ചു. പ്രാദേശിക പ്രവർത്തകരോട് ആലോചിക്കാതെ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം ഏകപക്ഷീയമായാണ് തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത്. അതിന്റെ ഫലമായിട്ടാണ് കൊച്ചിയിൽ ഒരു കോൺഗ്രസ് വിമതൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. സീനിയറായിട്ടുള്ള ധാരാളം പ്രവർത്തകർ കൊച്ചിയിൽ ഉണ്ടെങ്കിലും അവരോടൊന്നും ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുമ്പോൾ അത് കൊച്ചി മണ്ഡലത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയാകുന്നുവെന്നും കൊച്ചി ചുള്ളിക്കൽ SN ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ പ്രവർത്തകർ ആരോപിച്ചു. ലത്തീൻ കത്തോലിക്കർക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ സമുദായ സന്തുലനം പാലിച്ചു തന്നെയാണ് മുൻകാലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം നടന്നിട്ടുള്ളത്. കൊച്ചി മണ്ഡലത്തിൽ കഴിവുറ്റ നിരവധി നേതാക്കൾ ഉണ്ടെന്നും കൊച്ചിയിൽ ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന ഇവരെ തഴഞ്ഞാണ് മറ്റു മണ്ഡലത്തിലുള്ള നേതാക്കളെ ഇറക്കുമതി ചെയ്യുന്നത്. ഇത് പരാജയത്തിലേക്ക് ആയിരിക്കും നയിക്കുക എന്ന് തങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. സിമി റോസ്ബെൽ ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. PK അബ്ദുൾ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. പക്ഷെ ഇന്നും ഈ പ്രസ്ഥാനത്തെ സ്നേഹിച്ച് മറ്റു പാർട്ടിയിലേക്ക് പോവാതെ അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ മരണം വരെ ഒരു കോൺഗ്രസ്സുകാരനായി അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരിയായി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അനേകം നേതാക്കളും പ്രവർത്തകരുമുള്ള ഈ പാർട്ടി ശക്തമായി തിരിച്ചു വരുവാൻ കൊച്ചിയിലുള്ള ശ്രീ ലത്തീഫിക്കയുടെ നേതൃത്വത്തിലുള്ള ഈ സംഗമത്തിന് അല്ലെങ്കിൽ ഈ വോയിസ് ഓഫ് കൊച്ചിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ പാർട്ടിയിൽ നടക്കുന്ന ഏറ്റവും കുൽസിതമായ പ്രവർത്തനങ്ങളെ, അതായത് റിബൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ ആളുകളെ വരെ 3 മാസം കൊണ്ട് തിരിച്ചെടുത്ത് BP മേരി വർഗീസിനൊക്കെ ഉന്നത സ്ഥാനം കൊടുത്ത ഈ പാർട്ടിയിലെ പവർ ഗ്രൂപ്പിനെ ചോദ്യം ചെയ്യുന്നവരെ ചവിട്ടി പുറത്താക്കുന്ന ഈ പ്രവണതയ്ക്കെതിരെ ശക്തമായി മരണം വരെ പോരാടും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വോയിസ് ഓഫ് കൊച്ചിന്റെ ഈ സംഗമം, കോൺഗ്രസുകാരുടെ ഈ സംഗമം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുൻ കൗൺസിലർ ഷീബ ഡുറോം, KV ജോയി മാസ്റ്റർ, ഷെരീഫ് ഇളവന, CG വേണുഗോപാൽ, അജു K ജോയി തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. കൊച്ചി UDFന്റെ ഒരു ഉറച്ച കോട്ടയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് എന്നൊരു ലേബലിൽ ആര് നിന്നാലും ജയിക്കും. അതുകൊണ്ട് സ്ഥാനാർത്ഥികളെ പാലത്തിനപ്പുറത്ത് നിന്ന് കെട്ടിയിറക്കുന്ന കൊച്ചിയിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകരെയും വളർത്താതെ അവരെ തളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നേതൃത്വത്തിന് അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി മാത്രം ആർക്കും എതിരായിട്ടല്ല ഈ ഒരു യോഗം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. 10-17 വർഷക്കാലം കോൺഗ്രസിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു പ്രവർത്തകയാണ്. ഏതൊരു കാര്യം തീരുമാനിക്കുമ്പോഴും ഒരു പവർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ അവർക്കിഷ്ടമുള്ള പണാധിപത്യത്തിനും അവർ പറയുന്ന പാവകളുമാണെങ്കിൽ അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്ന ഒരു നേതൃനിരയാണ് നമുക്കിന്ന് കൊച്ചിയിലുള്ളത്. ആരെയും ചേർത്ത് നിർത്താതെ എല്ലാവരെയും തള്ളിക്കളയുന്ന ഒരു സ്ഥിതിയാണെന്ന് ചില നേതാക്കളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതെന്ന് മുൻ കൗൺസിലർ ഷീബ ഡുറോം ആരോപിച്ചു. പെട്ടി താങ്ങുന്നവർക്ക് സീറ്റ് നൽകുന്ന പ്രവണത അവസാനിപ്പിച്ച് പാർട്ടിക്ക് വേണ്ടി മുഴുവൻ സമയം പ്രവർത്തിക്കുന്നവരെ പരിഗണിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. തങ്ങളോടുള്ള പാർട്ടി നേതൃത്വത്തിന്റെ അവഗണനയും നിരുത്തരവാദിത്തപരമായ പെരുമാറ്റവുമാണ് തങ്ങളെ പാർട്ടിയിൽ നിന്നും അകന്നു നിൽക്കുവാൻ പ്രേരിപ്പിച്ചതെന്നും എന്നാലും കോൺഗ്രസ് പ്രവർത്തകരായി ജീവിതകാലം മുഴുവൻ തങ്ങൾ ഉണ്ടാകുമെന്നും യോഗത്തിൽ പങ്കെടുത്ത 100ഓളം പേർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കഴിക്കും. സൗഹൃദങ്ങൾ മനോഹരമാവട്ടെ. സോൾട്ടിലെ വിഭവങ്ങൾ പോലെ. ദ സോൾട്ട് റെസ്റ്റോറന്റ്.